പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് USS പരീക്ഷ കഴിഞ്ഞു. കണക്ക് പരീക്ഷ നമുക്ക് വളരെ എളുപ്പമായി എന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് കണക്ക് എളുപ്പമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ കണക്ക് പരീക്ഷയുടെ അതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് അയച്ചു തരികയാണ്. എൻ്റെ കയ്യിലുള്ളത് സെറ്റ് സി എന്ന പേപ്പറാണ്. സെറ്റ് സി പേപ്പറിൽ നിങ്ങൾക്ക് ഞാൻ ഓരോ നമ്പർ ഇട്ടിട്ടും അതിന്റെ ആൻസർ കീ കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റ് സെറ്റുകളിലെ കുട്ടികൾക്ക് അത് എളുപ്പമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആൻസർ ഒന്ന് ആദ്യം വായിച്ചു നോക്കുകയാണ്. ഈ ക്വസ്റ്റ്യന്റെ ഓരോ ആൻസറിന്റെയും വിശദീകരണം ഇന്ന് വൈകിട്ട് 7:30 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അല്ലാതെ ഓൺലൈൻ ക്ലാസ്സിലൂടെയും വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് 31ാമത്തെ ചോദ്യം, സെറ്റ് സിയിലെ 31ാമത്തെ ചോദ്യം ഞാൻ വായിക്കുമ്പോൾ മറ്റ് സെറ്റുള്ള കുട്ടികൾക്ക് അതിന് തയ്യാറായി നിൽക്കാം. അവർക്ക് ആ ചോദ്യങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കാം. ചോദ്യം ഇതാണ്: ചിത്രത്തിൽ ADBC എന്നീ വരകൾ പാരലാണ്, സമാന്തരമാണ്. കോൺ ABCയുടെ അളവ് എത്രയാണ്? അപ്പൊ രണ്ട് പാരൽ ലൈന് വന്നിട്ട് അതിന് താഴെ ഒരു ത്രികോണം കൊടുത്ത ഒരു രൂപം നിങ്ങൾക്ക് കാണാം. അതിന്റെ ആൻസർ ആദ്യം ഞാൻ വായിക്കാം, വിശദീകരണം പിന്നീട് തരാം. അതില് 31ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി. അപ്പൊ ആ ചിത്രം വരച്ചിട്ട് ത്രികോണം കാണിക്കുന്ന ആ ചിത്രത്തിന്റെ ഒരു ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി. 32ാമത്തെ ചോദ്യം, അത് ഡെസിമൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു താഴെ കൊടുത്തിരിക്കുന്നത് 1.37 ഇൻറ്റു 5.7 തുല്യമായത്. അതിന് തുല്യമായത് ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ 0.137 ഇൻറ്റു 57 ആണ്. 0.137 ഇൻറ്റു 57. താഴത്തത് ഒരുപക്ഷെ മൂന്നാമത്തെ ഓപ്ഷനൊക്കെ ചിലപ്പോൾ ശരിയാണെന്നൊക്കെ തോന്നാം, പക്ഷെ ഇതാണ് ശരി. 0.137 ഇൻറ്റു 57. ഇനി 33ാമത്തെ ചോദ്യം, 33, ക്വസ്റ്റ്യൻ നമ്പർ 33. ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിൽ ഓരോ വശവും 10% വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഏരിയയിലുള്ള വർധനം എന്താണെന്നുള്ള ചോദ്യം, പരപ്പളവിലുള്ള വർധനം എന്താണെന്ന ചോദ്യം. അതിൽ ഓപ്ഷൻ സി ആണ് 21%. 21% ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓപ്ഷൻ സി. ഇനി അടുത്തത് 34ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന 6 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ. ഫാക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രൈം നമ്പറിന്റെ മേലെ ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു +1 ഇട്ട് കൊടുത്താൽ 6 ഘടകങ്ങളായി. അപ്പൊ ഇവിടെ പ്രൈം നമ്പർ 71 ആണെന്ന് മനസ്സിലാക്കുക. അപ്പം 71/5 എന്നുള്ളതാണ് ഉത്തരം ശരി. അപ്പൊ മറ്റ് ഓപ്ഷൻ സെറ്റുള്ള കുട്ടികൾ 71/5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ബീജഗണിതമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു ചോദ്യമാണ്. 35ാമത്തെ ചോദ്യം, RX - 1 അത് ഒറ്റസംഖ്യയാണ്. അപ്പൊ RX എന്തായാലും ഒറ്റസംഖ്യ ആയിരിക്കും. അതിന്റെ കൂടെ ഒരു +1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി അടുത്ത ഒറ്റസംഖ്യയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അടുത്ത ഒറ്റസംഖ്യ RX +1 ആണ്. അടുത്തത് 36ാമത്തെ ചോദ്യമാണ്. 36ാമത്തെ ചോദ്യവും ഒരു ചിത്രമാണ്. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു ചിത്രം. ഒരു സർക്കിൾ തന്നിട്ട് അതിന്റെ അടിയിൽ വരെ കൊടുത്തിട്ട് അതിലെ 2 ബിന്ദുക്കൾ AB നീളം കണക്കാക്കുക എന്നുള്ള ചോദ്യം. അത് നോട്ട് ചെയ്ത് വെക്കാം. 36ാമത്തെ ചോദ്യം. അതിന്റെ ആൻസർ വരുന്നത് 8 + 8 14 സെന്റിമീറ്റർ ആണ്. 8ഉം കൂട്ടണം, പിന്നീട് 8ഉം കൂട്ടണം. അടുത്തത് 16 സെന്റിമീറ്റർ ആണ് ശരി. 16 സെന്റിമീറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന് ശരിയാണ്. 37ാമത്തെ ചോദ്യം നോക്കാം. 37ാമത്തെ ചോദ്യം മക്കളെ ശ്രദ്ധിച്ചോളൂ. അത് ഒരു എണ്ണൽ സംഖ്യയുടെ വശങ്ങളായി വരുന്ന ത്രികോണത്തിന്റെ ഒരു വശം 11 സെന്റിമീറ്റർ, രണ്ടാമത്തെ സൈഡ് 7 സെന്റിമീറ്റർ, മൂന്നാമത്തെ വശം വളരെ സാധ്യതയില്ല. ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, അതിൽ 1, 2, 4 പറ്റൂല. അതേസമയത്ത് ഓപ്ഷൻ ഡി 5 സെന്റിമീറ്റർ ആണ് ശരി. 5 സെന്റിമീറ്റർ. 37. 38ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 20% എന്നത് 45 ആണ്. ആ സംഖ്യ ഏതാണ്? 20% 45 ആണെങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ്. അതിന്റെ ആൻസർ 225 ആണ്. 225 മാർക്ക് ചെയ്യാം. 225. അടുത്തത് നമുക്ക് 39ാമത്തെ ചോദ്യമാണ്. 3 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം.
അത് 1310. അപ്പൊ നിങ്ങൾക്ക് അറിയാം 3 സെക്കൻഡ് ഗുണം 1310 10 അവിടെ വന്നതുകൊണ്ട് എന്തായാലും 2 × 5 2×5 10 എന്തായാലും അവിടെ വരുമല്ലോ. പിന്നെ അടുത്ത അപേക്ഷയ്ക്ക് മൂന്നാമത്തെ അപേക്ഷയ്ക്ക് 131. അപ്പൊ 131 ശരി. 39 ചോദ്യം. 40ാമത്തെ ചോദ്യം 11:5 അത് എന്ന അംശബന്ധത്തിന്റെ ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാണ് അംശബന്ധം 3:2 ആകുന്നത്. 3:2 ആണെങ്കിൽ 7 തന്നെ കൂട്ടണം. അതിന്റെ ആൻസർ 7 ആണ്. 40ാമത്തത് നമ്പർ 7 എന്നാണ് ഉത്തരം ശരി. 41ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 41ാമത്തെ ചോദ്യം x⁻150 സമം 9x⁻50 ആയ എക്സിന്റെ വില എത്രയാണ് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ അതിന്റെ ആൻസർ 3 ആണ്. അതായത് ഓപ്ഷൻ സി 41 3. ഇനി 42ാമത്തെ ചോദ്യം ഒരു വലിയ കുപ്പി നിറയ്ക്കാൻ 2.5 ഗ്ലാസ് വെള്ളവും ചെറിയ കുപ്പി നിറയ്ക്കാൻ 1.5 ഗ്ലാസ് വെള്ളവും വേണം. വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളളവുകൾ തമ്മിലുള്ള ആവശ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 5:3 ആണ്. ഓപ്ഷൻ ബി ആണ് 5:3. അത് എഴുതിയിട്ടുണ്ട്. ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 43ാമത് ഡെസിമൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ചോദ്യമാണ്. അതിന്റെ വലിയൊരു ചോദ്യമൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഈസി ചെയ്യാൻ സാധ്യത 0.8 0.01 അത് അവസാനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.0024 ഡിവൈഡ് ബൈ 0.24 എന്ന് കിട്ടും. അതിന് 10,000 കൊണ്ട് മേലെ പൊളിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ നമുക്ക് 24/2400 കിട്ടും. അതിന്റെ സമാനമായിട്ട് വരുന്നത് 1/100 ആണ്. 43/100. 44ാമത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യ. 44ാമത്തെ ചോദ്യമാണ് എനിക്ക് കുറച്ചുകൂടി ഒരു പ്രശ്നമുള്ള ചോദ്യമായിട്ട് തോന്നിയത്. ബാക്കി ഈസിയാണ്. അപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ്. 7/8 വലുതും 9/10 ചെറുതുമായ സംഖ്യ അത് 8/9 ആണ്. 8/9 ആണ്. 45ാമത്തെ ചോദ്യം സമയത്തിന്റെ ഒരു സ്ക്വയറിന്റെ ഏരിയ 484 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആ സമയത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപ അതായത് പകുതി 484 ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 242 242. ഇനി 46ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 46ാമത്തെ ചോദ്യം 46ാമത്തെ ചോദ്യം അത് 9ന്റെ കൂടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. 9ന്റെ കൂടുന്നതാണെങ്കിൽ 9 കൂട്ടിയാൽ അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അതിനെ ഈ സംഖ്യയുടെ 25,161 14 കൂട്ടണം. 14 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ കൂട്ടി വെക്കും കിട്ടുന്നു. 47ാമത്തെ ചോദ്യമാണ്. 47 ഈ 17 മീറ്റർ ഇന്നലെ സമാനമായ ചോദ്യം നമ്മൾ ഓൺലൈൻ ശരിക്കും വെച്ച 17 മീറ്റർ നമ്മൾ സ്ക്വയറും റെക്ടാങ്കിളും വെച്ചിട്ടാണ് കട്ട് ചെയ്ത് പഠിപ്പിച്ചത്. ഇതിപ്പോ ഒരു ചരടാണ്. ചരട് 17 മീറ്റർ ആണ്. ആ 17 മീറ്റർ ചരട് 1.25 മീറ്റർ വെച്ച് ഇങ്ങനെ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു രീതിയാണ് 17 മീറ്റർ എടുത്തിട്ട് 1.25 മീറ്റർ കട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കഷ്ണം കിട്ടുന്നതാണ്. അതിന്റെ ആൻസർ വരുന്നത് 47ാമത്തത് അല്ലെ ചോദ്യം 47ാമത്തത് 14 47 14 കേട്ടോ. പക്ഷെ 46 14 47 14 ആൻസർ കേട്ടോ. ഇനി 48ാമത്തെ ചോദ്യം മക്കൾ ടാങ്ക് 150 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ 2/5 ഭാഗം നിറഞ്ഞു. ടാങ്കിന്റെ ആകെ ഉള്ളളവ് അത് 375 ലിറ്റർ ആണ്. ഓപ്ഷൻ സി 375 ലിറ്റർ. 49ാമത് വീണ്ടും ബീജഗണിതം വന്നിരിക്കുകയാണ്. x-y -z എന്നതിന് x-y അത് ബ്രാക്കറ്റ് കൊടുത്തിട്ട് -z എന്ന് കൊടുത്തിരിക്കുന്നു. അതിന് തുല്യമായ പേര് അത് എക്സിൽ നിന്ന് മറ്റു രണ്ട് കുറയ്ക്കണം. അതുകൊണ്ടൊക്കെ y+z ഇവിടെ എഴുതിയിട്ട് എക്സിൽ നിന്ന് പൊതുവായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ അതിന് ഓപ്ഷൻ ബി ആണ് x - y+z എന്ന് എഴുതിയാൽ ശരിയായിരിക്കും. ഈ 50ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. അത് ശ്രദ്ധിക്കുക. 50ാമത്തെ 9 സംഖ്യകളുടെ ശരാശരി ആവറേജ് ബന്ധപ്പെട്ട് അങ്ങനെയാണ് പ്രാവശ്യം വന്നിരിക്കുന്ന ചോദ്യം. ശരാശരി 20 ആണ്. അതിൽ 5 സംഖ്യകളുടെ ശരാശരി 18 ആയാലും ബാക്കി വരുന്ന 4 സംഖ്യയുണ്ട്. അത് 90 വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്നത് 22.5 ആണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും 15ലധികം കിട്ടുന്ന കുട്ടികളിലുണ്ട്. ആ കണക്ക് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാണ്. കണക്കിൽ 15ലധികം കിട്ടിയ കുട്ടികൾ ഗിഫ്റ്റഡ് കുട്ടികളാകാനുള്ള സാധ്യതയുണ്ട്. 10നും 15നും ഇടയിലാണ് വരുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു 20 മാർക്ക് വരെയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു വിഷയങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. ഇന്ന് 7:30 മണിക്ക് നമുക്ക് ഈ ഒരു എല്ലാ ചോദ്യങ്ങളുടെയും വിശദീകരണം 7:30 മണിക്ക് നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ്സിൽ അല്ലാതെ നമ്മൾ സാധാരണ ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ്സുകൾ ലഭിക്കും. ഇനി നിങ്ങളോട് മറ്റൊരു കാര്യം പറയുന്നത്, ഈ പരീക്ഷ കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ശേഖരിച്ച് അടുത്ത പ്രാവശ്യം
8ാം ക്ലാസ്സിൽ NMOC-യുടെ പരീക്ഷ, NMOC-യുടെ എക്സാമിന് വേണ്ടി വളരെ മുൻകൂട്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഈ ഏപ്രിൽ 5-ാം തീയതി മുതൽ NMOC-യുടെ കോച്ചിങ് കൊടുക്കുകയാണ്. കൂടാതെ കണക്കിന് പ്രയാസമുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട്. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികളെ രക്ഷിതാക്കൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. 86171729 എന്ന നമ്പറിൽ വിളിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്.